أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. ومن قوم موسى أمة يهدون بالحق وبه يعدلون وقطعناهم 12 أسباطا أمما وأوهينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. وإذ قيل لهم اسكنوا هذه القرية وكلوا منها حيث شئتم وقولوا حطة وادخلوا الباب سجدا نغفر لكم خطيئاتكم سنزيد المحسنين. فبدل الذين ظلموا منهم قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يظلمون. واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون. وإذ قالت أمة منكم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون. فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون. فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين. صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ 132ാമത് സെഷനിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. സൂറത്തുൽ അഅറാഫിലെ 187ാമത്തെ ആയത്ത് മുതൽ 166ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആ ഭാഗമാണ് ഞാനിവിടെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ പഠന പദ്ധതിയുടെ ഭാഗമായിട്ട് വീണ്ടും ഒത്തുചേരുന്നത്. ഏതാണ്ട് 7 മാസങ്ങൾ നമ്മൾ ഈ സെഷൻ നിർത്തിവെക്കുകയായിരുന്നു. 2020 മാർച്ച് അവസാനം മുതൽ ഈ ഒത്തുകൂടൽ വരെ ഉള്ള സമയം ഒരു ഇടവേളയായിട്ട് സംഭവിക്കുകയാണ് ഉണ്ടായത്. നമ്മൾ വീണ്ടും സൂറത്തുൽ അഅറാഫിൻ്റെ ശേഷിക്കുന്ന ഭാഗം പഠനം പുനരാരംഭിച്ചുകൊണ്ട്
ഈ ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഈ പദ്ധതിയുടെ തുടർ സെഷനുകളിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു ആ വിധത്തിൽ വീണ്ടും ഖുർആൻ പഠനത്തിന് നമുക്ക് സൗകര്യം ഒരുക്കി തന്നതിന് അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ ഹൃദയ ഉൾക്കൊണ്ടുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. സൂറത്തുൽ അഅറാഫ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന വിധം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമാണ്. 206 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണിത്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ജീവിതകാലത്ത് ഏകദേശം സൂറത്തുൽ അൻആമിൻ്റെയൊക്കെ അവതരണത്തിനെ തുടർന്ന് അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ അവതരിച്ചതാണ് ഈ സൂറത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. മക്കയിൽ അവതരിച്ച സൂറത്താണ്, പൂർണ്ണമായിട്ടും മക്കയിൽ അവതരിച്ച സൂറത്താണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ സഹാബത്തും വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അവർ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ട ഒരു സാഹചര്യം ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് സൂറത്തുൽ അഅറാഫ് അവതരിക്കുന്നത്. ഹിജ്റക്കുള്ള ഒരുക്കങ്ങൾ അവർ തുടങ്ങിയിട്ടില്ല. ഇത് മദീനയിലേക്കുള്ള ഹിജ്റക്ക് സന്ദർഭം ഒരുങ്ങുന്ന ഒരു ഘട്ടം. അത്രയും ദുസ്സഹമായി മാറിയിട്ടുണ്ടായിരുന്നു മക്കയിലെ അവരുടെ ജീവിതം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൂറത്തുൽ അഅറാഫ് അവതരിക്കുന്നത്. ഇതിൽ മുഖ്യമായിട്ട് നമ്മൾ നേരത്തെ സെഷനുകളിൽ മനസ്സിലാക്കിയ വിധത്തിൽ ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ അടിത്തറകളെ ഊന്നിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വവും പ്രവാചകൻ സത്യവിശ്വാസത്തിൻ്റെ ആദർശം പഠിപ്പിക്കുന്നവനായിക്കൊണ്ട് കടന്നു വന്നതിനെക്കുറിച്ചും അതുപോലെ പാരത്രിക ജീവിതം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഈ പ്രവാചകൻ്റെ പ്രബോധനത്തിന് ചെവിക്കൊടുക്കാതെ പ്രതികൂലമായ നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്ന ആളുകൾ നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള സൂചനകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. അത് വളരെ ശക്തമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നേരത്തെ അറേബ്യക്ക് ചുറ്റുപാടുമായുള്ള പ്രദേശങ്ങളിൽ വന്ന പ്രവാചകന്മാരുടെ കാലത്ത് അവർ പ്രബോധനം ചെയ്തിരുന്ന സമൂഹം വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവർ നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ, ആ സമൂഹങ്ങളെ അല്ലാഹു നശിപ്പിച്ച് കളഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതിൽ ചർച്ചയ്ക്ക് വരുന്നത്. അതിനോടൊപ്പം തന്നെ അതിനെ തുടർന്ന് ബനൂ ഇസ്രായേൽ സമൂഹം എടുത്ത അവരുടെ പ്രവാചകന്മാരോട് എടുത്ത നിലപാടുകൾ കാരണമായിട്ട് അള്ളാഹു അവരുടെ കാര്യത്തിൽ കൈക്കൊണ്ട നടപടികൾ പരാമർശിച്ചു വരികയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ പഠനം നിർത്തിവെക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ബനൂ ഇസ്രായേൽ സമൂഹം മൂസ അലൈഹിസ്സലാമിൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ അവർ ചില സന്ദർഭങ്ങളിൽ എടുത്ത വളരെ ധിക്കാരപരമായ അനുസരണക്കേട് ഉള്ള നടപടികളും നിലപാടുകളൊക്കെ പരാമർശിക്കുകയാണ് ഈ ഭാഗത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് തുടർന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ളത് 157-ാമത്തെ ആയത്ത് മുതൽ. അപ്പോൾ ഇന്ന് വായിച്ച ഭാഗം വളരെ സംക്ഷിപ്തമായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് പരിശോധിക്കാം. 157-ാമത്തെ ആയത്ത് നോക്കാം. അല്ലദീന യത്തബിഊന റസൂല. അതിനു മുമ്പ് ബനൂ ഇസ്രായേൽ സമൂഹത്തിലൊരു വിഭാഗം ആളുകൾ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് തന്നെ അള്ളാഹുവിൻ്റെ ദൂതനോട് ധിക്കാരം കാണിച്ചതിനെ തുടർന്ന് മൂസ അലൈഹിസ്സലാം അവരിൽ നിന്ന് 70 ആളുകളെ തിരഞ്ഞെടുത്ത് തൂർ സേന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പോയ സംഭവം പരാമർശിച്ചുകൊണ്ടാണ് അതിൻ്റെ തൊട്ടു മുമ്പുള്ള ഭാഗത്ത് കാര്യങ്ങൾ പറയുന്നത്. അതിനെ തുടർന്ന് ഒരു പ്രാർത്ഥനാ വാചകം അവർ നടത്തിയതായിട്ട്
നമുക്ക് കാണാൻ കഴിയുന്നു. 156 ആയത്തിൽ വക്തുബുലന ഫി ഹാദിഹി ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും പാരത്രിക ജീവിതത്തിലും ഞങ്ങൾക്ക് നീ നന്മ വിധിക്കണമേ എന്ന് അവർ നടത്തുന്ന പ്രാർത്ഥന. ഇന്നാ ഹുദ്ന ഇലൈക്ക്, നിശ്ചയമായിട്ടും നാം നിന്നിലേക്ക് മാർഗം സ്വീകരിച്ചിരിക്കുന്നു, സന്മാർഗം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം, അവരിൽപ്പെട്ട ചില ആളുകൾ അക്രമത്തിൻ്റെ വഴി, ധിക്കാരത്തിൻ്റെ വഴി സ്വീകരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയും കോപവും ഒക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അവർ അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങൾ അള്ളാഹുവെ നിന്നിലേക്കുള്ള മാർഗം സ്വീകരിച്ചിരിക്കുന്നു, ഞങ്ങളെ നീ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ എന്ന്. അതിന് മറുപടിയായിട്ട് അള്ളാഹു പറയുന്നത് ഖാല അദാബി ഉസീബു ബിഹി മൻ അശാ, എൻ്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, എല്ലാവർക്കും ആ ശിക്ഷ വരില്ല. വറഹ്മതി, എന്നാൽ എൻ്റെ കാരുണ്യം വസിഅത്ത് കുല്ല ശൈ, അതെല്ലാറ്റിലും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികൾക്കും ആയിട്ടുള്ളതാണ്. പക്ഷേ ശിക്ഷയോ എല്ലാവർക്കും ഉള്ളതാണോ? അല്ല, അള്ളാഹ് നിശ്ചയിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് ആ ശിക്ഷ ലഭിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാറ്റിലും ചൂഴ്ന്നു നിൽക്കുന്നു, എന്നാൽ അള്ളാഹു നൽകുന്ന ശിക്ഷ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഫസ അക്തുബുഹ, എന്നിട്ട് അള്ളാഹു തൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രത്യേകം പറയുകയാണ്. ഫസ അക്തുബുഹ, ഞാൻ എൻ്റെ കാരുണ്യം പ്രത്യേകമായി എഴുതി രേഖപ്പെടുത്തും. ലില്ലദീന യത്തഖൂൻ, സൂക്ഷ്മതയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട്, മുത്തഖികളായി ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് നാം നമ്മുടെ കാരുണ്യത്തെ രേഖപ്പെടുത്തും. വയുത്തൂന സക്കാത്ത, അതുപോലെ സാമ്പത്തികമായ ബാധ്യതകൾ തീർക്കുന്ന സക്കാത്ത് നൽകുന്നവർക്ക്. വല്ലദീനഹും ബി ആയാത്തിന യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ സൂക്ഷ്മമായ തലത്തിൽ തന്നെ ദൃഢമായ വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർക്ക് നാം നമ്മുടെ കാരുണ്യം പ്രത്യേകമായി രേഖപ്പെടുത്തും എന്നാണ് പറഞ്ഞു അവസാനിപ്പിച്ചിട്ടുള്ളത്. അതിന് തുടർന്നുള്ള ഭാഗത്ത് ആ ആളുകൾ ഏത് തരത്തിലുള്ള ആളുകളാണ് എന്ന് വിവരിക്കുകയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രത്യേകമായി അള്ളാഹു രേഖപ്പെടുത്തുന്ന ആ വിഭാഗം ആളുകൾ, അവരുടെ സ്വഭാവം എന്താണ്? അല്ലദീന യത്തബിഊന റസൂൽ, അവർ ഈ ദൂതനെ പിൻപറ്റുന്നവരാണ്. അല്ലദീന യത്തബിഊന റസൂൽ, ആരാണത്? അന്നബിയ്യൽ ഉമ്മി, ഏത് പ്രവാചകനെയാണ് ഉദ്ദേശിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായിട്ട് അള്ളാഹു ബനു ഇസ്രായേൽ സമൂഹത്തിലെ പിന്മുറക്കാരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള യഹൂദ വിഭാഗത്തിലെ ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തഖികളായിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പ്രത്യേകമായ അർഹത ലഭിക്കുന്ന ആളുകൾ, അവർ പിൽക്കാലത്ത് ഏത് പ്രത്യേകത കാണിക്കും? അല്ലദീന യത്തബിഊന റസൂല അന്നബിയ്യ, അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഈ ദൂതനെ പിൻപറ്റുന്നവരായിരിക്കും. അൽ ഉമ്മിയ്യ, ഉമ്മിയായ പ്രവാചകൻ, നിരക്ഷരനായ പ്രവാചകൻ, അല്ലെങ്കിൽ വേദ പൈതൃകമുള്ള സമൂഹത്തിലല്ലാതെ ജനിച്ച ഈ പ്രവാചകൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ആ സമൂഹം വേദക്കാരുടെ സമൂഹമായിരുന്നില്ല, ബഹുദൈവ ആരാധകരായ ആളുകളുടെ സമൂഹമായിരുന്നു. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ബഹുദൈവ ആരാധകരായ ആളുകളുടെ സമൂഹത്തെ ഇവർ വിളിച്ചിരുന്നത്, യഹൂദർ വിളിച്ചിരുന്നത് ഉമ്മിയ് എന്നാണ്. ഇംഗ്ലീഷിൽ ജെൻറ്റീൽ എന്നാണ് പറഞ്ഞിരുന്നത്. ജൂസ് ഓർ ജെൻറ്റീൽസ് എന്ന് പറയാറുണ്ടായിരുന്നു. ജൂ ഓർ ജെൻറ്റീൽ എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്ത, വേദക്കാരല്ലാത്തവർ എന്നാണ് അതിൻ്റെ സൂചന. മനസ്സിലായില്ലേ? അപ്പോൾ വേദക്കാരല്ലാത്ത ആളുകളെ അവർ പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്ക് ഉമ്മിയ് എന്നാണ്. ഉമ്മിയ് എന്നതിൻ്റെ ഭാഷാർത്ഥം അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ, നിരക്ഷരർ എന്നാണ് ഉമ്മിയ്.
അതാണ് നിരക്ഷരർ എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ ഉദ്ദേശിക്കുന്നത് ദൈവിക ഗ്രന്ഥങ്ങളിൽ ആഴമില്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അറിവുമില്ലാത്ത ആളുകൾ, ആത്മീയമായ കാര്യങ്ങളിൽ, ദൈവികമായ കാര്യങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിലൊക്കെ നിരക്ഷരതയുള്ള ആളുകൾ എന്നാണ് യഹൂദർ ഉദ്ദേശിച്ചിരുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ ദൂതനെ പരാമർശിച്ചുകൊണ്ട് പറയുമ്പോൾ അത് നിരക്ഷരനായ പ്രവാചകൻ, രണ്ടർത്ഥത്തിലും യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മി എന്ന അവസ്ഥയിലായിരുന്നു അള്ളാഹുവിൻ്റെ നുബൂവത്ത് ലഭിക്കുന്നത് വരെ. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ ദൂതനെ പിൻപറ്റുന്നവരാണ് ഈ ആളുകൾ. അള്ളാഹു പ്രത്യേകമായിട്ട് കാരുണ്യം രേഖപ്പെടുത്തുന്ന ഈ വിഭാഗം ആളുകൾ. അല്ലദീന യത്തബിഊന റസൂല നബിയ്യ അൽ ഉമ്മിയ്യ, ഉമ്മിയായ ഈ നബി, ഈ പ്രവാചകനായ ദൂതനെ പിൻപറ്റുന്ന ആളുകൾ. അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്ത്, അദ്ദേഹത്തിൻ്റെ പരാമർശം തൗറാത്തിൽ, അദ്ദേഹത്തിൻ്റെ പേര് തൗറാത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വൽ ഇഞ്ചീൽ, ഇഞ്ചീലിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. യഹൂദരുടെയും ക്രൈസ്തവരുടെയും ഇടയിലുള്ള വേദഗ്രന്ഥങ്ങളായ തൗറാത്ത്, ഇഞ്ചീലും, ഈ രണ്ട് വേദഗ്രന്ഥങ്ങളിലും അദ്ദേഹം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള പ്രവാചകൻ മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇഞ്ചീൽ, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര്. വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള സൂചനകൾ ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റിലും ന്യൂ ടെസ്റ്റമെൻറ്റിലും ഒക്കെ ഇന്നും അടങ്ങിയിട്ടുണ്ട്. അതാണ് ഖുർആനിലൂടെ പരാമർശിക്കുന്നത്. അപ്പോൾ ആ പ്രവാചകനെ ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻറ്റിലും ന്യൂ ടെസ്റ്റമെൻറ്റിലും ഒക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആ പ്രവാചകനെ, നിരക്ഷരനായ പ്രവാചകനെ, വേദ പാരമ്പര്യമുള്ള സമൂഹത്തിലല്ലാതെ പിറവിയെടുത്തിട്ടുള്ള, ജനിച്ചിട്ടുള്ള ആ പ്രവാചകനെ പിൻപറ്റാൻ സന്നദ്ധരാകുന്നവരാണ് അള്ളാഹുവിൻ്റെ ഈ കാരുണ്യം ലഭിക്കുന്ന ആളുകൾ എന്നാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ഇനി ആ പ്രവാചകൻ്റെ പ്രത്യേകത വയൻഹാഹും അനിൽ മുൻകർ, ആ പ്രവാചകൻ അവരോട് തിന്മ വിലക്കുന്നു. ആ പ്രവാചകൻ്റെ പ്രത്യേകതയാണ്, തിരിച്ചറിയപ്പെടേണ്ടതാണ്. യഹൂദ സമൂഹം അതുപോലെ ക്രൈസ്തവ സമൂഹമൊക്കെ ഈ പ്രവാചകനെ തിരിച്ചറിയണം. അത് തിരിച്ചറിയേണ്ട രീതി എങ്ങനെയാണ്? അദ്ദേഹം ഉമ്മിയാണ്, അദ്ദേഹത്തെക്കുറിച്ച് പരാമർശം തൗറാത്തിലും ഇഞ്ചീലിലുമുണ്ട്. അദ്ദേഹം നന്മ കൽപ്പിക്കുന്നു. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. മഅറൂഫായത് നന്മ, അറിയപ്പെടുന്ന സ്ഥാപിതമായ നന്മ അദ്ദേഹം ജനങ്ങളോട് നിർദ്ദേശിക്കും, കൽപ്പിക്കും. യൻഹാഹും അനിൽ മുൻകർ, തിന്മ അവർക്ക് വിലക്കുകയും ചെയ്യും. ഈ വേദക്കാരായ ആളുകൾക്ക് അവർ സമീപിക്കുമ്പോൾ, അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവരോട് ഈ പ്രവാചകൻ കൽപ്പിക്കുക മഅറൂഫ് മാത്രമാണ്, വിലക്കുക ഏത് മാത്രമാണ്? മുൻകർ മാത്രമാണ്. വെറുക്കപ്പെട്ട അല്ലെങ്കിൽ ആളുകൾക്ക് അത്രയും സംസ്കാരം ഉള്ള സമൂഹത്തിന് അത്രയും അന്യമായി തോന്നുന്ന തിന്മകളാണ് അദ്ദേഹം വിലക്കുക. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, മാത്രമല്ല അദ്ദേഹം നല്ലതൊക്കെയും തന്നെ അവർക്ക് ഹലാലാക്കി കൊടുക്കും. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്രായേൽ സമൂഹം അവരുടെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല കൊണ്ട് നടന്നിരുന്നത്. അവരിലെ പിൽക്കാലത്ത് വന്ന പുരോഹിതന്മാരും ജനങ്ങളുടെ ജീവിതം ഇടുക്കമുള്ളതാക്കി മാറ്റിയ പല അധികാരികളും പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പലതും, ത്വയ്യിബാത്തായ പലതും അവർക്ക് ഹറാമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളല്ല, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടായ സംഗതിയല്ല. യഹൂദ സമൂഹത്തിൽ പിൽക്കാലത്ത് പുരോഹിതന്മാരും അതുപോലെ പരീശന്മാരും ഒക്കെ ഉണ്ടാക്കിയെടുത്ത സംഗതികളാണ്. പക്ഷേ ഈ പ്രവാചകൻ അനാവശ്യമായിട്ട് നല്ല കാര്യങ്ങളെ, ത്വയ്യിബാത്തുകളെ ഹറാമാക്കിയത് അവസാനിപ്പിക്കും. എന്നിട്ട് അതൊക്കെ ഹലാലാക്കി കൊടുക്കും അവർക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ സൂറത്തുൽ അൻആം
അതുപോലെ ഇതൊക്കെ പഠിച്ചപ്പോൾ ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ പുരോഹിതന്മാർ ഉണ്ടാക്കിയെടുത്ത പല ഇടുക്കങ്ങളെയും കുറിച്ച് പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട്. മാംസഭക്ഷണത്തിൽ ചിലതൊക്കെ പറ്റും, ചിലത് പറ്റൂല എന്നൊക്കെ ഉള്ള വിധത്തിൽ. അതുപോലെ ഈ ചില മൃഗങ്ങളുടെ മറ്റേ എല്ലിനോട് ചേർന്ന് നിൽക്കുന്ന മാംസം പാടില്ല, അതുപോലെ കൊഴുപ്പ് പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾ അനാവശ്യമായിട്ട് അവർ കടത്തിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ലത് അള്ളാഹു ഹലാലാക്കി തന്ന തൊയ്യിബാത്തുകൾ അവർ ഹറാമാക്കുകയും അള്ളാഹു ഹറാമാക്കിയിരുന്ന പലതും അവർ അനുവദനീയമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ തിരുത്തൽ നടത്തുന്നവനാണ് ഈ പ്രവാചകൻ. അല്ലദീന നോക്കാം, അല്ലദീന യത്തബിഊന റസൂല നബിയ്യൽ ഉമ്മി അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്. അവർക്ക് ത്വയ്യിബാത്തുകളെ ഏറ്റവും നല്ലതായിട്ട് അള്ളാഹു പരിഗണിച്ചെല്ലാം അവർക്ക് ഈ പ്രവാചകൻ ഹലാലായി അനുവദിക്കും, അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കും. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അവർക്ക് ചീത്തയായത്, മ്ലേച്ഛമായത്, അതുപോലെ വെറുക്കപ്പെട്ട തിന്മകളായ സംഗതികൾ ഈ പ്രവാചകൻ വിലക്കും. ഇതിൽ നേരത്തെ പുരോഹിതന്മാർ ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പല തൊയ്യിബാത്തുകളും അവർ ഹറാമാക്കി, പല ഹലാലായ പലതിനെയും ഹറാമായ പലതിനെയും അവർ ഹലാലാക്കി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ പ്രവാചകൻ ഇടപെട്ട് തൊയ്യിബാത്തുകളൊക്കെ അവർക്ക് ഹലാലാക്കി കൊടുക്കും. അതുപോലെ ഹറാമുകൾ, നേരത്തെ പുരോഹിതന്മാർ ഹലാലാക്കിയിരുന്ന പല ഹലാലുകളും ഹറാമാക്കിയിരുന്ന പല ഹലാലുകളും ഇപ്പോൾ അനുവദനീയമാക്കുന്നു. അതുപോലെ നേരത്തെ അള്ളാഹു പ്രവാചകന്മാരിലൂടെ അവർക്ക് ഹറാമാക്കിയിരുന്ന പല ഖബായിസുകൾ അവർക്ക് വിലക്കുകയും ചെയ്യും. ഇതാണ് ഈ പ്രവാചകൻ ചെയ്യുക. വയളർ അൻഹും ഇസ്റഹും, അങ്ങനെ അവരുടെ ഭാരം അദ്ദേഹം ഇറക്കി വെക്കും. ഇപ്പോൾ ജീവിതം ഭയങ്കര ഇടുക്കുള്ളതാക്കി മാറ്റിയിട്ടുണ്ട് പുരോഹിതന്മാർ, അനാവശ്യമായ നിബന്ധനകൾ കൊണ്ടുവന്നുകൊണ്ട്. അവർ ചില ഹറാമുകൾ ഹലാലാക്കുന്നത് ജീവിതം വിശാലമാക്കുന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിലാണ് അവരുള്ളത്. പക്ഷെ അത് സമൂഹത്തിന് പൊതുവായിട്ട് വലിയ അപകടം വരുത്തുകയും അത് ജീവിതം വലിയ ഭാരമായി മാറുകയൊക്കെ ചെയ്യുന്നതിന് കാരണമാക്കും. ഇത് അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ ഭാരം ഇറക്കി വെക്കും ഈ പ്രവാചകൻ. വൽ അഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം, അവർ അകപ്പെട്ട് കഴിഞ്ഞിരുന്ന ചങ്ങലക്കെട്ടുകളുണ്ട്, അതിനെയും ഈ പ്രവാചകൻ മുറിച്ചു മാറ്റും. അങ്ങനെയുള്ള പ്രവാചകനാണ്. ആ പ്രവാചകനെ പിൻപറ്റുന്നവർക്കാണ് അള്ളാഹു പ്രത്യേകമായ കാരുണ്യം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. വയളർ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി, അപ്പോൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകൾ, വഅസ്സറൂഹു, അദ്ദേഹത്തിന് പിൻബലം നൽകുന്ന, അദ്ദേഹത്തിന് ശക്തി പകരുന്ന ആളുകൾ, വനസറൂഹു, അദ്ദേഹത്തെ സഹായിക്കുന്നവർ, വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രകാശം പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ബനൂ ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ചാണ്. അവരിൽ അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകൾ കാരണമായിട്ട് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ സംഭവിക്കുമോ എന്ന ഭീതിയിൽ അവരിലെ നല്ല ആളുകൾ അള്ളാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയുണ്ടായി. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അള്ളാഹു പറഞ്ഞ എന്താണ്? നമ്മുടെ ശിക്ഷ നാം ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ സംഭവിക്കുകയുള്ളൂ, എന്നാൽ നമ്മുടെ കാരുണ്യം എല്ലാവർക്കുമായിട്ടുള്ളതാണ്. അതോടൊപ്പം അള്ളാഹു പറഞ്ഞൊരു സംഗതി, നമ്മുടെ കാരുണ്യം പ്രത്യേകമായിട്ട് ചില ആളുകൾക്ക് നാം എഴുതി രേഖപ്പെടുത്തും. അതാരാണ്? ഈ പ്രവാചകനെ പിൻപറ്റുകയും ഈ പ്രവാചകൻ്റെ ദൗത്യത്തിന് പിൻബലം നൽകുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക്.
ആരാണ് ഈ പ്രവാചകൻ? ഇവരുടെ തന്നെ വേദഗ്രന്ഥമായ തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള, പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രവാചകൻ. അദ്ദേഹം ഉമ്മീയാണ്, നിരക്ഷരനാണ്. അദ്ദേഹം നേരത്തെ പുരോഹിതന്മാർ ഹറാമാക്കി വെച്ചിരുന്ന പല നല്ല സംഗതികളും അവർക്ക് ഹലാലാക്കി കൊടുത്തു. നേരത്തെ അവരെ ഹലാലാക്കി വെച്ചിരുന്ന പല ചീത്ത കാര്യങ്ങളുമുണ്ട്. അതിനെ അള്ളാഹുവിൻ്റെ ഈ പ്രവാചകൻ അവർക്ക് വിലക്കുകയും ചെയ്യും. ഈ പ്രവാചകനാണ് അവരുടെ ഭാരം ഇറക്കി വെക്കുന്നത്. അവരകപ്പെട്ടിരിക്കുന്ന ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രവാചകനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുന്ന ഈ ആളുകൾ, അത്തരം ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ വിജയികളാവാൻ പോകുന്നത്. അവർ അള്ളാഹു ഈ പ്രവാചകനോടൊപ്പം അവതരിപ്പിച്ചിട്ടുള്ള ഈ വെളിച്ചത്തെ, ഈ പ്രകാശത്തിൻ്റെ സ്രോതസ്സിനെ, ഈ വേദഗ്രന്ഥത്തിനെ പിൻപറ്റാൻ സന്നദ്ധരാകുന്നവരും ആണ്. മക്കയിൽ ഈ സൂറത്ത് അവതരിക്കുമ്പോൾ ചുറ്റുപാടും യഹൂദരുണ്ടോ? ഇല്ലല്ലോ. മക്കയിൽ യഹൂദരെല്ലാം മുശ്രിക്കുകളാണ് ഉണ്ടായിരുന്നത്. വല്ലപ്പോഴുമൊക്കെ മക്കക്കാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒറ്റപ്പെട്ട കച്ചവടക്കാരൊക്കെ ആയിട്ടൊക്കെ ഉള്ള, അല്ലെങ്കിൽ കച്ചവടക്കാരുമായി ബന്ധമുണ്ടായിരുന്ന ഒറ്റപ്പെട്ട യഹൂദരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിട്ടും ഇവിടെ യഹൂദരെ പരാമർശിച്ചുകൊണ്ടുള്ള, ബനു ഇസ്രായേലിനെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാം. അത് ഖുർആൻ നിർവഹിച്ചു വരുന്ന ദൗത്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉള്ളൊരു മുന്നൊരുക്കമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തോട് ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ് അല്ലാഹു. എന്നിട്ട് തുടർന്ന് അവർ ഹിജ്റ നിർവഹിക്കുന്നതോടുകൂടി, മദീനയിലെത്തുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ഇടപഴകേണ്ടി വരുന്നത് ആരുമായിട്ടാണ്? ഈ യഹൂദരുമായിട്ടാണ്. അപ്പോൾ യഹൂദർ നേരിട്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പരോക്ഷമായിട്ടൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളോടും ഇടപഴകേണ്ടി വരുമ്പോൾ അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഈ പ്രവാചകൻ കൊണ്ടുവന്നിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർക്കറിയാനും മനസ്സിലാക്കാനും ഒരവസരം ഉണ്ടാകുന്ന വിധത്തിലാണ് അള്ളാഹു മക്കയിലെ സത്യവിശ്വാസികളുടെ സമൂഹത്തോട് ഈ കാര്യം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു പ്രത്യേകമായിട്ട് പറഞ്ഞത് ആരാണ് വിജയികൾ? ഈ പ്രവാചകനെ പിൻപറ്റുന്ന ആളുകൾ. നേരത്തെയുള്ള വേദസമൂഹത്തിലെ ആളുകൾ പോലും വിജയികളാകണമെങ്കിൽ എന്തു വേണം? ഈ പ്രവാചകനെ പിൻപറ്റുകയും അദ്ദേഹത്തെ പിന്തുണക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രകാശം പരത്തുന്ന ഈ വേദഗ്രന്ഥം പിൻപറ്റുന്നവരാവുകയും ചെയ്യണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് പ്രത്യേകമായിട്ട് അള്ളാഹു കാരുണ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ബനു ഇസ്രായേൽ സമൂഹത്തിലെ നല്ലവരായ ആളുകൾ നടത്തിയ പ്രാർത്ഥന, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഹസനത്ത് ദുനിയാവിലും ആഖിറത്തിലും രേഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സന്ദർഭത്തിലാണ് അള്ളാഹ് ഇത് ചേർത്ത് പറയുന്നത്. അന്ന് നാം ആർക്കായിരുന്നു കാരുണ്യം നൽകിയിരുന്നത്, പ്രത്യേകമായി ഏർപ്പെടുത്തിയിരുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇന്നോ ആ ആളുകൾ ഈ ദൂതനെ പിൻപറ്റുന്നവരായി മാറുമ്പോഴാണ് വിജയികളാകുന്നത്. അവർക്ക് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് നാം കാരുണ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പ്രത്യേകമായി പറയുകയാണ് ഇവിടെ. ഇനി തുടർന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു പറയുകയാണ്, പൊതുവായി ജനങ്ങളോട് പറഞ്ഞോളുക. ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, ജനങ്ങളെ, മുഴുവൻ ജനങ്ങളെയും, മനുഷ്യകുലത്തെ തന്നെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ജനങ്ങളെ, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. നിങ്ങൾ മുഴുവൻ ആളുകളിലേക്കുമായുള്ള, ആരൊക്കെ ജനങ്ങൾ എന്ന് വിളിച്ചുകൊണ്ട് പറയാമോ സംസാരിക്കാമോ അവർക്കൊക്കെ ഒന്നാകെയായിട്ട് ബാധകമാകുന്ന വിധത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത്. ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, നിങ്ങൾ അഖിലം ആളുകൾക്കും മുഴുവൻ ആളുകളിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ. നേരത്തെ പോലെ ഏതെങ്കിലും സമൂഹങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് വന്ന ദൂതനല്ല.
എൻ്റെ സന്ദേശം യഹൂദർക്ക് ബാധകമാണ്, ക്രൈസ്തവർക്ക് ബാധകമാണ്, മക്കയിലെ മുശ്രിക്കുകൾക്ക് ബാധകമാണ്, ലോകത്തെ മുഴുവൻ മനുഷ്യ സമൂഹങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. ഇന്നി റസൂലുള്ളാഹിയിലേക്കും ജമിയ. പലപ്പോഴും വാദ കോലാഹലങ്ങളും തർക്കങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഖുർആനിലെ തെളിവുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ് എന്നത് ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ എന്ന്. തെളിവ് ഇതാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു പറയാൻ വേണ്ടി പറയുകയാണ്, ആവശ്യപ്പെടുകയാണ്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. എന്തു പറഞ്ഞുകൊണ്ടാണ്? യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ജനങ്ങളെ, നിങ്ങളിലേക്കൊന്നാകെയായുള്ള, മുഴുവൻ ആളുകളിലേക്കുമായുള്ള, മുഴുവൻ ജനങ്ങളിലേക്കുമായുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്. ഇനി അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന് പറഞ്ഞല്ലോ, ഏതാണ് ഈ അള്ളാഹ്? അതറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ, ആരാണ് അള്ളാഹ്? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം, അതിൻ്റെ ഉടമസ്ഥത ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ. ഒരു സംശയവും വേണ്ട, ആർക്കും ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥത ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിൻ്റെ ദൂതൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ. അവനല്ലാതെ ഒരാരാധ്യനുമില്ല. യുഹീ വയുമീത്തു. അവൻ്റെ ആരാധ്യനാണ്, ഇലാഹാണ് എന്നതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് പറയുന്നത്. യുഹീ, അവൻ ജീവിപ്പിക്കുന്നു, വയുമീത്തു, അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥനായ ആ അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ. അതിനാൽ ഫആമിനൂ ബില്ലാ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു കൊള്ളുക. വറസൂലിഹി, അവൻ്റെ ദൂതനിലും വിശ്വസിക്കുക. അന്നബിയിൽ ഉമ്മി. ആരാണ് ആ ദൂതൻ? അന്നബിയിൽ ഉമ്മി, നിരക്ഷരനായ അല്ലെങ്കിൽ വേദസമൂഹത്തിലെ അംഗമല്ലാത്ത ഈ പ്രവാചകൻ. അല്ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അവൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് അദ്ദേഹം. വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ. അതിനാൽ നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുക, അത് നിങ്ങൾ സന്മാർഗം നേടുന്നതിന് കാരണമാക്കും. അള്ളാഹുവോട് അങ്ങനെയാണ് പറയുന്നത്. മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് പറയാൻ ആവശ്യപ്പെട്ടു, നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമായുള്ള ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥനായ, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനായ ദൈവം തമ്പുരാൻ്റെ ദൂതനാണ് ഞാൻ. എന്നിട്ട് പറയുന്നത്, അതിനെ തുടർന്ന് ലാ ഇലാഹ ഇല്ലാഹു യുഹീ വയുമീതു ഫആമിനൂ ബില്ലാഹ്. ആ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുക. വറസൂലിഹി, ആ അവൻ്റെ ദൂതനിലും വിശ്വസിക്കുക. അന്നബിയിൽ ഉമ്മി, നിരക്ഷരനായ ആ പ്രവാചകനിൽ. അല്ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി. ആ പ്രവാചകൻ്റെ പ്രത്യേകത എന്താണ്? ആ പ്രവാചകൻ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹുവിലും അവൻ്റെ വചനങ്ങളിലും. സ്വന്തമായിട്ട് വിശ്വാസമില്ലാത്തൊരു കാര്യം ജനങ്ങളോട് പറയുന്ന ആളല്ല അദ്ദേഹം. അദ്ദേഹമാണ്, ആ പ്രവാചകനാണ് ഈ ആദർശത്തിൻ്റെ വിശ്വാസം ഉൾക്കൊണ്ട ഒന്നാമത്തെ ആൾ. അല്ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി. അള്ളാഹുവിലും അവൻ്റെ വചനങ്ങളിലും. അള്ളാഹുവിൻ്റെ കലിമാത്ത് നേരിട്ട് സ്വീകരിച്ച ആളാണ് ആര്? പ്രവാചകൻ, ദൂതൻ. ഒരു മലക്ക് മുഖേന വഹി ലഭിക്കുകയുണ്ടായല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വഹി അള്ളാഹുവിൻ്റെ കലിമാത്താണത്. അള്ളാഹുവിൻ്റെ കലിമാത്തിനെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ച ആളാണ് പ്രവാചകൻ. അള്ളാഹുവിൻ്റെ പ്രവാചകന് വിശ്വസിക്കേണ്ടതുണ്ടോ? ഇല്ല, വേണ്ടേ? അർദ്ധരാത്രിയിൽ ഹിറ ഗുഹയിൽ ഇരിക്കുമ്പോൾ, ധ്യാനത്തിൽ കഴിയുമ്പോൾ ഒരു വെളിപ്പാടുണ്ടാവുകയാണ്. ആ വെളിപ്പാട് ദൈവം തന്ന വെളിപ്പാടാണ് എന്നത് ബോധ്യപ്പെട്ട് വിശ്വസിക്കുന്നത്. ഏതെങ്കിലും പിശാച് കേൾപ്പിച്ചതാണെന്നൊക്കെ തോന്നാമല്ലോ, പലതും തോന്നാം, പല ആരോപണങ്ങളും ഉണ്ടാവുക. ആദ്യം വിശ്വസിക്കേണ്ടത് ആരാണ്? ഇത് അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള വെളിപാടാണ് എന്ന് ആർക്കാണ് ആദ്യം ബോധ്യം വേണ്ടത്? അള്ളാഹുവിൻ്റെ പ്രവാചകന് തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലിമാത്തുകളിൽ
അള്ളാഹുവിലും അവൻ്റെ കലിമാത്തുകളിലും വിശ്വസിക്കുന്നവനാണ് ആ പ്രവാചകൻ. അതുകൊണ്ട് വത്തബിഊഹു, നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുക, ലഅല്ലക്കും തഹ്തദൂൻ, അത് കാരണമായിട്ട് നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കും. ഇതാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു വന്നിരുന്ന യഹൂദ സമൂഹത്തിന് ബാധകമാണോ? അവരോട് തന്നെയാണ് ഇത് പറയുന്നത്. മക്കയിലെ ആളുകൾ കേൾക്കാൻ വേണ്ടി പറയുന്ന പോലെ തന്നെ യഹൂദ സമൂഹം, ബനു ഇസ്രായേൽ സമൂഹത്തെ പരാമർശിക്കുന്ന കാര്യങ്ങളാണല്ലോ വന്നിരുന്നത്. അവരോട് കൂടിയുള്ളതാണ് ഈ നിർദ്ദേശം. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രവാചകനിൽ വിശ്വസിക്കുക, അത് നിങ്ങൾ സന്മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ കാരണമാകും. എന്നിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ് ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ കഥയിലേക്ക്. നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കും. വമിൻ ഖൗമി മൂസ ഉമ്മത്തുൻ, മൂസായുടെ ജനതയിൽ ഒരു സമൂഹമുണ്ടായിരുന്നു, ഒരു വിഭാഗമുണ്ടായിരുന്നു. യഹ്ദൂന ബിൽ ഹഖ്, അവർ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സന്മാർഗം കാണിക്കുന്നവരായിരുന്നു. എല്ലാവരും അങ്ങനെയല്ല. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിലെ എല്ലാ ആളുകളും അങ്ങനെ ആയിരുന്നില്ല. ലോകത്തെ ഇതര ജനവിഭാഗങ്ങളിലും എല്ലാവരും അങ്ങനെയല്ല. സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ആളുകളെ വഴിതെളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ സന്മാർഗത്തിലേക്കല്ല നയിക്കുന്നത്, ദുർമാർഗത്തിലേക്കാണ് നയിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിൽ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വഴി കാണിക്കുന്ന, ആളുകൾക്ക് മാർഗം കാണിച്ചു കൊടുത്തിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. വബിഹി യഅദിലൂൻ, സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നീതി നടപ്പിലാക്കുന്നവരുമായിരുന്നു അവർ. നമ്മളെ കൺമുന്നിൽ നമ്മൾ കാണുന്നുണ്ട് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നീതി നടപ്പിലാക്കുന്ന പല ന്യായാധിപന്മാരെയും, അല്ലേ? കോടതി ഒക്കെ നൽകുന്ന വിധികൾ ഇപ്പോൾ നമുക്ക് വലിയ ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. ആളുകൾക്ക് ആശ്ചര്യത്തിനേക്കാൾ അപ്പുറത്ത് വല്ലാത്ത ചിരി ആണ് പല വിധിയും കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. ആ വിധത്തിൽ സത്യത്തെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള കോടതി വിധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിൽ സത്യം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുത്തിരുന്ന ഒരു വിഭാഗം, സത്യത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ നീതി നടപ്പിലാക്കിയിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇതാണ് അള്ളാഹു പരാമർശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ധിക്കാരികളും അനുസരണം കെട്ടവരൊക്കെ ആയ ആളുകൾ ധാരാളം ഉണ്ടായിരുന്ന ബനു ഇസ്രായേൽ സമൂഹത്തിൽ തന്നെ അവർ ധിക്കാരവും അനുസരണക്കേടും ഒക്കെ കാണിച്ചിരുന്ന കാലത്തും ഒരു വിഭാഗം ആളുകൾ സത്യം അടിസ്ഥാനപ്പെടുത്തി സന്മാർഗം കാണിച്ചു കൊടുത്തിരുന്നു. സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ന്യായവിധികൾ നടത്തിയിരുന്നു. അങ്ങനെ ഒരു വിഭാഗം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരാണ് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത് തരണേ എന്ന് പ്രാർത്ഥിച്ച ആളുകൾ. വഖത്തഅനാഹും, എന്നിട്ട് അള്ളാഹു ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമം പറയുകയാണ്. നാം അവരെ വിഭാഗങ്ങളാക്കി തിരിച്ചു, ഖിത്അത്തുകളാക്കി തിരിച്ചു. ഇസ്നതൈ അശ്റത അസ്ബാത്തൻ, 12 കുലങ്ങളായിട്ട്, 12 ഗോത്രങ്ങളായിട്ട് നാം അവരെ വേർതിരിച്ച്, ഉമമൻ വ്യത്യസ്ത സമൂഹങ്ങളായിട്ട് 12 ഗോത്രങ്ങളെ വ്യത്യസ്ത സമൂഹങ്ങളാക്കി നാം വേർതിരിച്ചു. ഔഹൈനാ ഇലാ മൂസ, എന്നിട്ട് മൂസ അലൈഹി ഇസ്ലാമിന് നാം ദിവ്യബോധനം നൽകി. ഇദിസ്തസ്ഖാഹു ഖൗമുഹു, അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ട് മഴ പെയ്ച്ചു തരണം എന്ന് അള്ളാഹുവിനോട് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഈ കഥകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, വിശദീകരിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. മരുഭൂമിയിൽ, സിനായി മരുഭൂമിയിൽ 40 കൊല്ലം ബനു ഇസ്രായേൽ സമൂഹം അലഞ്ഞു നടക്കേണ്ടി വന്ന കാലത്ത് വെള്ളം, കുടിനീര് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ വന്ന ഘട്ടത്തിലാണ് അവർ മൂസേ നീ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം തരാൻ വേണ്ടി അള്ളാഹിനോട് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നത്. ആ ഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു വഹി നൽകി. അനിദ്രിബ് ബിഅസാക്കൽ ഹജർ, നിൻ്റെ വടി കൊണ്ട് പാറക്കെട്ടിൽ, ആ പാറയിലൊന്ന് അടുക്കി. ഇതാണ് നിർദ്ദേശം. ഖുർആൻ പലയിടത്തും ഇത് പരാമർശിക്കുന്നുണ്ട്. ജനങ്ങൾ വെള്ളം ചോദിച്ചു, മരുഭൂമിയിൽ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടല്ലോ,
പണ്ട് മുതലേ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ ഇടയനായ കാലം മുതലേ ഉള്ളതാണ് ഒരു വടി. അതിൻ്റെ മുന്നേ ഉണ്ടോയെന്ന് സങ്കല്പിക്കാവുന്നതാണ്. കാരണം പഴയ കാലത്ത് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ ഒരു വടി ഒക്കെ ആയിട്ടാണ് ഇറങ്ങുക. ഒരു ചൂട്ടും ഒരു വടിയൊക്കെ അവരുടെ ഭാഗമാണ്. അപ്പോൾ നീ ആ പാറക്കെട്ടിൽ വടി കൊണ്ടൊന്ന് അടുക്കി. ഫംബജസത്ത് മിൻഹു, അതിൽ നിന്ന് നിർഗളിച്ച് പൊട്ടി പുറപ്പെട്ടു വന്നു. ഇസ്നത്ത ആശറത്ത ആയിന, 12 നീരുറവകൾ. അള്ളാഹു നേരത്തെ തന്നെ അവരെ 12 ഗോത്ര വിഭാഗങ്ങളായിട്ട് പ്രത്യേകം മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഇടപെടലിലൂടെ അവരെ 12 ഗോത്രങ്ങളായിട്ട് തിരിക്കുകയും അവർക്ക് പ്രത്യേകമായ നേതാക്കന്മാരെ നിശ്ചയിച്ചു കൊടുക്കുകയും അവരെ 12 സമൂഹങ്ങളാക്കി അവരുടെ സംസ്കരണ പ്രക്രിയക്ക് നേതൃത്വം നൽകുകയൊക്കെ ചെയ്തതാണ്. 12 വിഭാഗങ്ങളായിട്ട്. അത് അവരിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവരെ ഒരു വലിയ സമൂഹത്തെ ഒന്നാകെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. 10-15 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ബൈബിൾ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. അവർ സിനായി മരുഭൂമിയിലേക്ക് ചെങ്കടൽ കടന്ന് പോകുമ്പോൾ മരുഭൂമിയിൽ 10-15 ലക്ഷം ആളുകൾക്ക് ഒന്ന് ആലോചിക്കാവുന്നതാണ് അത് അവർക്കുള്ള സജ്ജീകരണം എത്ര പ്രയാസകരമായിരിക്കും എന്നുള്ള. ആ ഘട്ടത്തിലാണ് ഇവർ 12 വിഭാഗങ്ങളാക്കി തിരിച്ച് ഓരോ വിഭാഗത്തിനും ഓരോ നേതാവിനെ നിശ്ചയിച്ചു കൊടുത്ത് അവരുടെ കാര്യങ്ങൾ, അവരുടെ തർബിയത്ത് കാര്യങ്ങളൊക്കെ നോക്കാൻ ചുമതല ഏൽപ്പിച്ച് അങ്ങനെയൊക്കെ നിർവഹിക്കപ്പെട്ടത്. ആ ഘട്ടത്തിൽ വെള്ളത്തിന് ഇവരാവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു വടി കൊണ്ട് പാറക്കെട്ടിൽ അടിക്കാൻ ആവശ്യപ്പെട്ടു. ആ പാറക്കെട്ടിൽ നിന്ന് 12 ഉറവകൾ പൊട്ടി പുറപ്പെട്ടു. ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും, ഓരോ ജനവിഭാഗവും അവരുടെ ജലപാന സ്ഥാനം തിരിച്ചറിഞ്ഞു. ഓരോരുത്തരും പോയി വെള്ളം എടുക്കേണ്ട എവിടുന്നാണ്? 12 ഉറവകളുണ്ടല്ലോ. അപ്പോൾ ഓരോ കബീലയും എവിടുന്നാണ് വെള്ളം എടുക്കേണ്ടത് എന്നത് അവർ പരസ്പരം ഒരു ധാരണയിലെത്തി. ഇത് ഞങ്ങൾക്ക് പിന്നെ 1ാമത്തെ തറവാട്ടുകാർക്ക്, അത് 2ാമത്തെ തറവാട്ടുകാർക്ക്, ആ വിധത്തിൽ അവർ വെള്ളം എടുക്കാനുള്ള ക്രമീകരണം ചെയ്തു. എന്നിട്ട് അവർ തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി ഓരോരുത്തരുടെയും മശ്റബ് ഏതാണ് എന്നത് അവർ ഉൾക്കൊണ്ട് തിരിച്ചറിഞ്ഞു, അംഗീകരിച്ചു. വളല്ലൽനാ അലൈഹിമുൽ ഗമാം, അവർക്ക് നാം മേഘത്തിൻ്റെ കുട വിരിച്ചു കൊടുത്തു. വളല്ലൽനാ, അവർക്ക് തണലിട്ട് കൊടുത്തു നാം. അലൈഹിമുൽ ഗമാം, അവരുടെ മേൽ മേഘം കൊണ്ടുള്ള തണൽ വിരിച്ചു കൊടുത്തു. വ അൻസൽനാ അലൈഹിമുൽ മന്ന വസ്സൽവ, പിന്നെ അവർക്ക് നാം മന്നായും സെൽവായും ഇറക്കി കൊടുത്തു. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണത്. മന്നായും സെൽവായും ഒക്കെ അള്ളാഹു പ്രത്യേകമായിട്ട് മരുഭൂമിയിൽ അവർക്കുള്ള ആവശ്യത്തിന് വേണ്ടി ഇറക്കി കൊടുത്ത ഭക്ഷണ സംവിധാനമാണ്. മന്ന ആകാശത്തുനിന്ന് ഉതിർന്നു വീഴുന്ന ഒരു മഞ്ഞുതുള്ളി പോലെ വീണ് ഉറഞ്ഞ് ഭക്ഷ്യയോഗ്യമായ ഒരു പദാർത്ഥം. സെൽവ ഒരു പക്ഷിയാണ്. മാംസം, രുചികരമായ മാംസം എളുപ്പത്തിൽ കിട്ടാവുന്ന വിധത്തിൽ, നമുക്ക് കയ്യെത്തി പിടിക്കാവുന്ന വിധത്തിൽ ഭൂമിയിലൂടെ നടന്ന് നീങ്ങുന്ന തരം ഒരു പക്ഷി. ഈ മന്നായും സെൽവായും അവർക്ക് മരുഭൂമിയിൽ പ്രത്യേകമായി നാം ഒരുക്കി കൊടുത്തു. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, എന്താണ് എന്നിട്ട് പറഞ്ഞത്? അള്ളാഹു അവരോട് പറഞ്ഞു, നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നല്ലത്, ത്വയ്യിബത്തായത് നിങ്ങൾ ഭക്ഷിച്ചുള്ള ഈ നല്ല ത്വയ്യിബത്തായ അന്നപാനീയങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വമ ലൊലമൂന, എന്നാൽ അതിന് ശേഷം അവർ അള്ളാഹ് പറഞ്ഞ പോലെ തന്നെ ചെയ്തോ? വലിയ കുഫറും റസിയാനും ഒക്കെയാണ് അവർ കാണിച്ചത്. വലിയ ധിക്കാരവും അനുസരണക്കേടും ഒക്കെയാണ് അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷവും അവർ കാണിച്ചത്. പക്ഷേ അത് അള്ളാഹിനോടുള്ള വലിയ അക്രമമായോ? അള്ളാഹിനെ ആക്രമിക്കാൻ അവർക്ക് കഴിയുമോ? അള്ളാഹ് പറയുന്നത് വമാ ലൊലമൂന, നമ്മോട് അവർ അക്രമം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ അക്രമം ചെയ്തിട്ടില്ല എന്നോ അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്നോ അല്ല. നമ്മോടൊരു ലുൽമും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. എന്താ സംഭവിക്കുന്നത്? വലാക്കിൻ കാനു അംഫുസഹും യളലിമൂൻ, അവർ ധിക്കാരവും അതിക്രമവും ഒക്കെ ചെയ്തപ്പോൾ അവരോട് തന്നെയാണ് അക്രമം ചെയ്തത്. ഒരാൾ നിസ്കരിക്കാതിരുന്നു, അത് അള്ളാഹിനോടുള്ള അക്രമം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ്ക്ക് വലിയ ദ്രോഹം ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹ് ഹറാമാക്കിയത് ഒരാൾ ഹലാലാക്കി അത് ഉപയോഗപ്പെടുത്തി. അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാക്കി കൊണ്ട് കാണുന്നു. ഇതുകൊണ്ട് അള്ളാഹ്ക്ക് എന്ത് ദ്രോഹമുള്ളത്? ഇതൊക്കെ ആർക്കാ ദ്രോഹമായി മാറുക? അവർക്ക് തന്നെയാണ്. അപ്പം അള്ളാഹ് പറയുന്നത് അതിന് ശേഷം അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. അത് അള്ളാഹ്ക്ക് അത് അക്രമമൊന്നും ആവണില്ല, അത് അവർക്ക് തന്നെയാണ് അക്രമമാവുന്ന, അവരോട് തന്നെയാണ് അവർ അക്രമം ചെയ്തിട്ടുള്ളത്. വൈദ് ഖീല ലഹും ഉസ്കുനു ഹാദിഹിൽ ഖറിയത്ത്,
വഖുലൂ മിൻഹാ ഹൈസു ശിഅ്തും. എന്നിട്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഞാൻ ഓതി വെച്ച ഭാഗം വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വൈദ് ഖീല ലഹും, അവരോട് പറയപ്പെട്ട സന്ദർഭത്തിൽ ഉസ്കുനു ഹാദിഹിൽ ഖറിയ, അത് ബനു ഇസ്രായേലിൻ്റെ മരുഭൂവാസത്ത് സിനായി മരുഭൂമിയിൽ താമസിച്ചിരുന്ന കാലത്തെ സംഭവങ്ങളിൽപ്പെട്ട ഒന്നാണ്. അവരോടൊരു പട്ടണം അല്ലെങ്കിൽ ഒരു ഗ്രാമം കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പ്രവേശിച്ചുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചൊരു സ്ഥലമാണ്. ആ നാട് പോയിട്ട് നിങ്ങൾ ഓക്യുപ്പൈ ചെയ്ത് നിങ്ങൾ അവിടെ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. വൈദ് ഖീല ലഹു ഉസ്കുനു ഹാദിഹിൽ ഖറിയ, ഈ ഖറിയത്തിൽ, ഈ പട്ടണത്തിൽ നിങ്ങൾ താമസിച്ചുള്ളൂ, അത് നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന് പറയപ്പെട്ടപ്പോൾ വകുലൂ മിൻഹാ ഹൈസു ശിഅ്തും, അതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഭക്ഷിച്ചുകൊള്ളുക എന്ന് അവരോട് പറയപ്പെട്ട ആ സന്ദർഭം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. അള്ളാഹ് എന്തുമാത്രം പരിഗണനയാണ് അവർക്ക് നൽകിയത്. ഒരു പട്ടണം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ പട്ടണം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ അവിടെ പോയി താമസിക്കുക, അവിടുന്ന് നിങ്ങൾക്ക് സ്വതന്ത്രമായി വേണ്ട വിധത്തിൽ അന്നപാനീയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കാം. ഇതാണ് അവർക്ക് നൽകിയ നിർദ്ദേശം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അങ്ങോട്ട് നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഹിത്തത്തുൻ എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഒരു വിനയം കാണിക്കുന്ന, അള്ളാഹുവിന് കീഴ്പ്പെടൽ കാണിക്കുന്ന, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് തേടുന്ന ഒരു വാക്കാണത്. അപ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്, വഖൂലു ഹിത്തത്തുൻ. നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ഹിത്തത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശിക്കാം. പാപമോചനം എന്ന് വേണമെങ്കിൽ ആ വാക്കിന് അർത്ഥം മനസ്സിലാക്കാം. അത് മാത്രമല്ല, അള്ളാഹുവിൻ്റെ മുന്നിലുള്ള എളിമ, അള്ളാഹു റബ്ബായിട്ട് കണ്ടുകൊണ്ട് അവനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കീഴ്പ്പെടൽ, ഇതൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. വഖൂലു ഹിത്തത്തുൻ, നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുക. വദ്ഖുലുൽ ബാബ സുജ്ജദ, നിങ്ങൾ ആ കവാടം കടക്കേണ്ടത് എങ്ങനെയാണ്? നമ്രശിരസ്കരായിട്ടാണ്, തല കുനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സുജൂദ് അനുഷ്ഠിക്കുന്നവരായിക്കൊണ്ട്. സൂചന, അങ്ങനെ സുജൂദ് അനുഷ്ഠിച്ചുകൊണ്ട് ഒരാൾക്കാണ്ട് കിടക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും എങ്ങോട്ടെങ്കിലും? സാധ്യമല്ലല്ലോ. അപ്പോൾ സുജൂദ് ചെയ്തുകൊണ്ട് കിടക്കുക എന്നുള്ളതല്ല, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ആ മനസ്ഥിതിയോടുകൂടി വേണം നിങ്ങൾ അങ്ങോട്ട് കടക്കാൻ. എന്നിട്ട് പ്രവാചകൻ നിർദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ അവർ സാഷ്ടാംഗം ചെയ്യുകയും വേണം, അള്ളാഹിൻ്റെ മുന്നിൽ അവിടെ സുജൂദ് നിർവഹിക്കുകയും ചെയ്യുക. ആ കീഴ്പ്പെടൽ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് കിടക്കേണ്ടത്. വദ്ഖുലുൽ ബാബ, പട്ടണ കവാടം നിങ്ങൾ കടക്കേണ്ടത് സുജൂദ് ചെയ്യുന്ന, സാഷ്ടാംഗം ചെയ്യാനുള്ള സന്നദ്ധതയുള്ളവരായിക്കൊണ്ടാണ്. നഗ്ഫിർ ലക്കും ഖതീആതിക്കും, എന്താ അതിൻ്റെ ഫലം? അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും നാം നിങ്ങൾക്ക് പുറത്തു തരും. സനസീദുൽ മുഹ്സിനീൻ, നന്മ ചെയ്യാൻ ഒരുമ്പെടുന്നവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. പാപങ്ങൾ പുറത്തു കൊടുക്കുക മാത്രമല്ല, ഒരുപാട് ഹസനാത്തുകൾ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നാം വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യും. ഫബദ്ദലല്ലദീന ളലമൂ മിൻകും ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അപ്പോൾ അവരിലെ അക്രമികൾ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞ വാക്ക് പറയുന്നതിന് പകരം വേറെ ചില വാക്കുകളാണ് ഉരുവിട്ടത്. അപ്പോൾ എത്ര വലിയ ധിക്കാരമുള്ള ആളുകളായിരിക്കണം. മരുഭൂമിയിൽ അലയുന്ന ഒരു സമൂഹം, അള്ളാഹു കടൽ കടത്തി കൊണ്ടുവന്ന ഒരു സമൂഹമാണ് അല്ലെ? അക്രമികളായ ഭരണാധികാരികളുടെ ഒരു സമൂഹത്തിൽ നിന്ന്, ഇപ്പോൾ ഇന്ത്യയിലൊക്കെ പോലെയുള്ള സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം പല വിധത്തിലുള്ള പീഡനങ്ങൾക്കിരയായി, അതുപോലെ അറുകൊല ചെയ്യപ്പെട്ടിരുന്ന ആളുകൾ അവിടുന്ന് ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ കടൽ കടന്ന് രക്ഷപ്പെട്ടു പോരുകയാണ്. എന്നിട്ട് മരുഭൂമിയിൽ പ്രത്യേകമായ സൗകര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. അതിനിടക്കാണ് ഒരു പട്ടണം, അതായത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളവിടെ പോയി അനുസരണമുള്ള നല്ല മനുഷ്യന്മാരായിട്ട് ജീവിച്ചോളൂ, അങ്ങോട്ട് കടക്കുമ്പോൾ ഒരു പാസ്കോഡ് ഉണ്ട്, അതെന്താണ്? ഹിത്തത്തുൻ. അത് പറഞ്ഞുകൊണ്ടാണ് കടക്കേണ്ടത്. അവിടെ എത്തിയ ഉടനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംഗതി അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യലാണ് എന്നൊക്കെയാണ്. ഇത് കേട്ട് അങ്ങോട്ട് കയറിയ ആളുകളിൽ കുരുത്തക്കേടിൻ്റെ അറ്റം എന്ന് പറയല്ലാതെ ഫബദ്ദലല്ലദീന ളലമൂ മിൻകും, അവരിലെ ളാലിമുകൾ, അക്രമികൾ മാറ്റിക്കളഞ്ഞു. ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറഞ്ഞതിന് പകരം വേറെ ചില വാക്യങ്ങളാണ് അവർ പറഞ്ഞത്. ഹിത്തത്തുന്നല്ല, ഹിത്തത്തുന്ന് തോന്നുന്ന വിധത്തിൽ അവരൊരു അനുസരണക്കേട് കാണിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു. ഫർസൽനാ അലൈഹിം റിജ്സൻ മിനസ്സമാ, അത് കാരണമായി നാം ആകാശത്തു നിന്ന് അവർക്ക് വലിയ ശിക്ഷ ഇറക്കുകയുണ്ടായി. അവരെ വല്ലാത്ത വിധത്തിൽ പതിതരാക്കി കളയുന്ന, അപമാനിതരാക്കുന്ന ഒരു ശിക്ഷ നാം അവർക്ക്
ഇറക്കുകയുണ്ടായി. റിജിസം മിനസ്സമാ. തഫ്സീറുകളിൽ സൂചിപ്പിക്കപ്പെടുന്നത് ഇത് ഒരു പകർച്ചവ്യാധിയാണ് എന്നാണ്. താഴൂനാണ് ഉദ്ദേശിക്കുന്നത്. പ്ലേഗൊക്കെ പോലെയുള്ള നമ്മുടെ കോവിഡോ കൊറോണ ഒക്കെ പോലെയുള്ള ഒരു പകർച്ചവ്യാധി ആണ് ആകാശത്ത് നിന്ന് അവർക്ക് അല്ലാഹ് ശിക്ഷയായിട്ട് ഇറക്കിയത്. കാരണം അത്രയും വലിയ ധിക്കാരമാണ് അവർ ചെയ്തത്. ബനു ഇസ്രായേൽ സമൂഹം ചെയ്തതിനോട് സമാനമായ വലിയ വലിയ ധിക്കാരങ്ങൾ ഇന്ന് ലോകത്തെ മിക്കവാറും നാടുകളിലൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കുക എന്നാണ് നമ്മൾ ആലോചിച്ചു പോവുക. കാരണം അത്രയും പരസ്യമായിട്ട് സത്യവും നീതിയും അട്ടിമറിക്കപ്പെടുന്നു, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള അധാർമികത പെരുകുന്നു. ഇതൊക്കെ നമ്മൾ കൺമുന്നിൽ കാണുന്നതാണ്. ഫർസൽന അലൈഹിം റിജ്സം മിനസ്സമാഇ ബിമാ കാനൂ യദ്ലിമൂൻ. അവരുടെ ഈ അതിക്രമം കാരണമായിട്ട് ആകാശത്ത് നിന്ന് നാം കടുത്ത ശിക്ഷ ഇറക്കുകയുണ്ടായി. വസ്അൽഹും അനിൽ ഖറിയത്തില്ലതി കാനത്ത് ഹാദിറത്തൽ ബഹർ. ഇനി ഈ കടലോരത്തിനോട് ചേർന്നുള്ള കടലിനോട് ചേർന്നുള്ള ഒരു ഖറിയത്തിലെ ആളുകളുടെ കാര്യം അവരോടൊന്ന് ചോദിച്ചു നോക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു ആവശ്യപ്പെടുക. വസ്അൽഹും, പ്രവാചകരെ താങ്കൾ അവരോട് ആരോടാ ചോദിക്കേണ്ടത്? ഈ ഇടപഴകുന്ന യഹൂദ സമൂഹത്തിൽപ്പെട്ട ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ആളുകളോട് ചോദിക്കും. എന്തിനെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്? അനിൽ ഖറിയത്തില്ലതി കാനത്ത് ഹാദിറത്തൽ ബഹർ. ബഹറിനോട് ചേർന്ന് കിടന്നിരുന്ന ഒരു ഖറിയത്തിൻ്റെ കാര്യം, ഒരു നാടിൻ്റെ കാര്യം. ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ പ്രത്യേകമായ ഒരു അനുഭവം അവർക്കുണ്ടായത് ആ കടലോരത്തിനോട് ചേർന്ന ഒരു നാട്ടിലാണ്. ആ നാട്ടിന് പല പേരുകളും പരാമർശിക്കപ്പെടുന്നുണ്ട് ബൈബിൾ സ്രോതസ്സുകളിൽ. ഒന്ന് അത് സൂചിപ്പിക്കുകയാണെങ്കിൽ ഐലാത്ത്, ഐലോത്ത് എന്നൊക്കെയുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന ജോർദാനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം. ഈ ഗ്രാമത്തിൻ്റെ ഒരു കഥയുണ്ട്. അതൊന്ന് അവരോട് ചോദിച്ചു നോക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഈ പട്ടണം എവിടെയായിരുന്നു? ഒരു കടൽ തീരത്ത്, ഹാലറത്തുൽ ബഹറായിരുന്നു. ബഹറിനോട് ചേർന്ന് ഉണ്ടായിരുന്ന ഒരു പട്ടണം. ഇത് യഅദൂന ഫി സബ്തി. അവർക്ക് സബത്ത് ദിനത്തിന് പാലിക്കപ്പെടേണ്ടതായി അള്ളാഹു നൽകിയിരുന്ന നിബന്ധനകളെ അവർ പരസ്യമായി ധിക്കരിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ. ഇത് തഅതീഹിം ഹീതാനുഹും. അവരിലേക്ക് വലിയ വലിയ മത്സ്യങ്ങളൊക്കെ അവരുടെ മുന്നിലേക്ക് എത്തുമായിരുന്നു ആ ഘട്ടത്തിൽ. യൗമ സബ്തിഹിം, അവർ സബത്ത് ദിനം ആചരിക്കേണ്ട ദിവസം, ആരാധനയ്ക്കും വിശ്രമത്തിനും വേണ്ടി പ്രത്യേകമായി നീക്കി വെക്കുന്ന ഒരു ഒരു ദിവസമായിരുന്നു അത്. അന്ന് പണിയെടുക്കാൻ പാടില്ല, മീൻ പിടിക്കാൻ പാടില്ല, വേറെയുള്ളതിലൊന്നും ഏർപ്പെടാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. പക്ഷെ ആ ദിവസം അവർ ചെയ്ത കാര്യം, അവർ സബത്ത് ദിനത്തിൻ്റെ നിബന്ധനകളെ ലംഘിച്ചു കളഞ്ഞ ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കുക. അപ്പോൾ ആ ദിവസം ഹീതാൻ, വലിയ വലിയ മത്സ്യങ്ങൾ, ഹൂത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യം, അതിൻ്റെ ബഹുവചനാണത്. ഹീതാൻ സബത്ത് ദിനത്തിൽ അവരിലേക്ക് അങ്ങനെ വലിയ കൂട്ടമായിട്ട് ശുറായിട്ട് എത്തിപ്പെടുമായിരുന്നു. വയോമലാ യസ്ബിതൂന, എന്നാൽ അവർ സബത്ത് ആചരിക്കാത്ത ദിവസങ്ങളിലോ ലാ തഅതീഹിം, അങ്ങനെ വലിയ മീനുകളൊന്നും അവരിലേക്ക് വരുമായിരുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവണം? അങ്ങനെ വല്ല ശാസ്ത്ര പ്രതിഭാസം ഉണ്ടാവും? ശനിയാഴ്ച സബത്ത് ദിനത്തിൽ അവരുടെ കടലിൽ ധാരാളം പ്രതലത്തിൽ തന്നെ, ജലോപരിതലത്തിൽ തന്നെ ധാരാളം മീനുകൾ ഉണ്ടാവുക, അല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ ഇല്ലാതിരിക്കുക. വളരെ വ്യക്തമായിട്ടും അള്ളാഹ് അവരെ പരീക്ഷിക്കുകയാണ്. അള്ളാഹ് ഒരു സംഗതി നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വന്ന് കളിക്കും, നിങ്ങളതിലേക്ക് കൈ നീട്ടുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാണത്. അത്രയേ ഉള്ളൂ. അത് സിമ്പിളായിട്ട് അള്ളാഹ് ചെയ്യരുതെന്ന് പറഞ്ഞൊരു സംഗതി ചെയ്യാനുള്ള വാതിലൊക്കെ അങ്ങനെ ഉണ്ട് തുറന്നു കിട്ടും, നിങ്ങൾക്ക് കൺമുന്നിൽ തെളിഞ്ഞു വരും. അത് നിങ്ങൾക്കുള്ള ബലാണ്, അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ സബത്ത് ദിനത്തിൽ ഈ വക കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള അള്ളാഹിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയാണ് ഇത്. ആ കൺമുന്നിൽ വലിയ വലിയ മീനുകൾ കൂട്ടം കൂട്ടമായിട്ട് പൊളഞ്ഞു വരുന്നത് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ സബത്ത് അല്ലാത്ത ദിവസങ്ങളിൽ അത് ഉണ്ടാവുകയും ചെയ്തില്ല. ലാ തഅതീഹിം കദാലിക നബ്ലൂഹും. എന്നിട്ട് അള്ളാഹ് പറയുന്നത്, ആ സംഭവം ഒന്ന് അവരോട് ചോദിച്ചു നോക്ക്. ഈ വിധമാണ് നാം പരീക്ഷിക്കുന്നത് ബിമാ കാനൂ യഫ്സഖൂൻ, അവരുടെ അനുസരണക്കേട് ഫലമായിട്ട്, അവരുടെ അനുസരണക്കേട് കാരണമായിട്ടാണ്. അത് ശരി, നിങ്ങൾ ധിക്കരിച്ച ആളുമില്ലേ, അനുസരണക്കേട് കാണിക്കൂല്ലേ, എന്നാൽ പിന്നെ നിങ്ങളുടെ കാര്യമൊന്ന് നോക്കിക്കളയാം എന്നുള്ള നിലക്ക് തന്നെയാണ്
അള്ളാഹു അവരുടെ മുന്നിലേക്ക് എന്തെത്തിച്ചത്? വലിയ വിധത്തിൽ കൂട്ടം കൂട്ടമായിട്ട് വമ്പൻ മത്സ്യങ്ങളെ അവരുടെ മുന്നിൽ, ആ കടൽ തീരത്ത് താമസിച്ചിരുന്ന ആൾക്കാരെ മുന്നിൽ ശനിയാഴ്ച ദിവസം എത്തിച്ചത്. അവരെ ഈമാൻ ഇളകുമല്ലേ? അവരെ അനുസരണക്കേട് ഫുസൂക്ക് കാരണമായിട്ട്, അവരുടെ സത്യസന്ധത ഇല്ലായ്മ കാരണമായിട്ടാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ പലിശ വാങ്ങരുതെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ, കൊടുക്കരുതെന്നും വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലേ? പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യരുതെന്ന് ദൃഢമായി ബോധ്യമുള്ള ആളുകൾ വീട്, കാറ് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വേണ്ടി വരുമ്പോൾ എത്ര ഏജൻസാണ് വരിക ബാങ്കിൻ്റെ അല്ലേ? വളരെ കുറഞ്ഞ പലിശക്ക് വലിയ ഉദാരമായ വ്യവസ്ഥകളോടുകൂടി ലോണ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളതിലും പ്രേരിപ്പിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരെത്തും. ഇത് എങ്ങനെയത് എത്തുന്നത്? നമ്മളെ മുന്നിൽ നമ്മളെ ഈമാനിന് ഇളക്കം തട്ടുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞയക്കണതാണത്. നമ്മളെ ഈമാനിന് ഇളക്കമില്ല, ദൃഢമായിട്ടാണ് നമ്മളെ ഈമാനുള്ളതെങ്കിൽ ആ ആളുകൾ നമ്മളെ മുന്നിൽ എത്തുമോ? എത്തിയാൽ തന്നെ നമ്മളത് അറിയുമോ? എത്തിയാൽ തന്നെ നമുക്ക് ഒരു വിഷയമാകുമോ? നമ്മളങ്ങോട്ട് ചിന്തിക്കണേ ഉണ്ടാവില്ല. കാരണം അത് ഹറാമല്ലേ, നമുക്കിങ്ങനെ പറ്റിയ പോയിക്കോടുന്നെന്ന് പറയാനല്ലാതെ അങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ? ആ സമയത്ത് ഈമാനൊരിളക്കം, പലിശ ഇപ്പം ബാങ്ക് പലിശ ഒന്നും ഇപ്പം അത്ര വലിയൊരു പ്രശ്നമല്ലല്ലോ എന്നൊക്കെ തോന്നി തുടങ്ങിയ ഒരാളുടെ മനസ്സിൽ അയാളുടെ മുന്നിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇൻഷുറൻസ് ഏജൻസീസ്, അങ്ങനെയുള്ള പലരും എത്തും, ബാങ്കിൻ്റെ ഏജൻസീസൊക്കെ വരും. ഇതേപോലെ നമ്മളെ കാലത്തുള്ളൊരു പരീക്ഷണം അതാണ് അല്ലേ? ബനു ഇസ്രായേൽ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം സബത്ത് ദിനം ആചരിക്കാനുള്ള പറഞ്ഞപ്പോൾ അവരിൽ അത് പല ധിക്കാര മനസ്ഥിതി ഉണ്ടാക്കി അതിനെ എങ്ങനെയൊക്കെ അനുസരണക്കേട് കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവർ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് അള്ളാഹ് അവർക്കൊരു വലിയ വമ്പൻ പരീക്ഷണം ഇട്ട് കൊടുത്തത്. എന്താണത്? ശനിയാഴ്ച ദിവസം തന്നെ ഭയങ്കര വലിയ മത്സ്യങ്ങളൊക്കെ കടലിൻ്റെ തീരത്ത് എത്തും. പക്ഷേ കൈയെത്തി പിടിക്കാൻ പറ്റുമോ? അന്ന് പാടില്ല, വിലക്കുണ്ട്. അതിനാണ് അവർ അള്ളാൻ്റെ നിബന്ധനകളെ ലംഘിക്കാനുള്ള ചില കുതന്ത്രങ്ങളൊക്കെ പയറ്റാൻ തുടങ്ങിയത്. അപ്പോൾ വൈദ് കാലത്ത് ഉമ്മത്തും മിൻഹും, അപ്പോൾ അവരിലൊരു വിഭാഗം എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലിമ തഅലൂന ഖൗമനില്ലാഹു മുഹ്ലികുഹും, നിങ്ങൾ എന്തിനാണ് അള്ളാഹ് ഏതായാലും നശിപ്പിക്കാൻ പോകുന്ന ഈ കൂട്ടരെ ഉപദേശിക്കാൻ പോകുന്നത്? ഇവരല്ലാഹ് നശിപ്പിക്കാൻ പോവുക, മനസ്സിലായില്ലേ? ഇവർക്ക് ആണോ നിങ്ങളുടെ ഉപദേശം? നിങ്ങൾ ഉപദേശം കൊടുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അവരെ ഉപദേശിക്കുന്നത്? അള്ളാഹ് ഏതായാലും അവരെ നശിപ്പിക്കാൻ പോവല്ലേ? അത് മുഅദ്ദിബുഹും, അല്ലെങ്കിൽ അള്ളാഹ് അവരെ ശിക്ഷിക്കാൻ പോവല്ലേ? അദാബൻ ശദീദ, അതികഠിനമായി ശിക്ഷിക്കാൻ പോകുന്ന ഒരു കൂട്ടരാണത്. അവരെയാണോ നിങ്ങൾ ഉപദേശിച്ച് നന്നാക്കാൻ പോകുന്നത്? എന്തിനാണ് നിങ്ങൾ അവരെ ഉപദേശിക്കുന്നത് എന്ന് മറ്റു ചിലരോട് ചോദിക്കുകയാണ്. ബനു ഇസ്രായേൽ സമൂഹത്തിൽ നല്ലൊരു കൂട്ടരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അവരാണ് ഈ ദുർമാർഗികളെ ഉപദേശിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ വേറെ ചിലർ പറയണത് ഏതായാലും അള്ളാൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോകണം, നശിക്കാൻ പോകുന്ന കൂട്ടരാണ് ഇവരെ നിങ്ങൾ ഉപദേശിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്ന ആളുകൾ പറഞ്ഞത് എന്താണ്? ഖാലു, അവർ മറുപടി പറഞ്ഞു, മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ബോധ്യപ്പെടുത്താനുള്ള ഒരു ന്യായം മാത്രമാണിത്. ഞങ്ങൾ റബ്ബേ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, വേണ്ട ഇടപെടൽ നടത്തിയിട്ടുണ്ട്, താക്കീത് കൊടുത്തിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളനുസരിക്കാതെ അവർ ചെയ്തു കൂട്ടിയതാണിത് എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയണം. അങ്ങനെ ഒരു മഅ്ദിറത്ത്, ഒരു ഉദ്ർ എന്ന് പറഞ്ഞാൽ ഞങ്ങളതിൽ പെട്ടിട്ടില്ല, ഞങ്ങൾ മാറി നിൽക്കുക മാത്രമല്ല അത് വിലക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നതിന് ഞങ്ങളെ ഭാഗത്തൊരു തെളിവ് വേണ്ടേ? അതിനു വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത്. അവർ കേട്ടാലും തിരക്കിടില്ല, കേട്ടിട്ടില്ലെങ്കിലും തിരക്കിടില്ല, ഞങ്ങൾക്കിത് പറഞ്ഞേ പറ്റൂ. കാരണം അള്ളാൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയണം. റബ്ബേ, ഞങ്ങൾ ഈ ഹറാമികളുടെ കൂട്ടത്തിൽ, ഈ ധിക്കാരികളുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല, ഞങ്ങൾ അവരതിൽ നിന്ന് തടയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനുള്ള ഒരു മഅ്ദിറത്തായിട്ട് ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ, മാത്രമല്ല അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറിയെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ. ഉപദേശിച്ചാൽ രണ്ട് സാധ്യത ഉണ്ട്. ഒന്നുകിൽ അവർ നല്ല ആളുകളായി മാറിയെന്ന് വരും, അല്ലെങ്കിൽ അവർ ധിക്കാരം ചെയ്തെന്ന് വരും. അപ്പോൾ ഒന്ന് നമുക്ക് അള്ളാഹിനോട് പറയാനൊരു മഅ്ദിറത്ത് വേണം. രണ്ടാമത്തത് അവരുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടായി അവർ മുത്തഖികളായി മാറിയാലോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ. ഫലമ്മാ നസൂ മാ ദുഃഖിറൂ ബിഹി, അങ്ങനെ അവരെ ഓർമ്മപ്പെടുത്തിയ, അവർക്ക് ഉത്ബോധനമായി നൽകിയിരുന്ന സംഗതി അവർ മറന്നു കളഞ്ഞപ്പോൾ അൻജയ്നല്ലദീന യൻഹൗന അനിസ്സൂ, ഈ തിന്മയിൽ നിന്ന് അവരെ തടഞ്ഞ ആളുകളെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി.
വഅഖദ്ന അല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസ്, അക്രമം ചെയ്ത ആളുകളെ നാം പിടികൂടുകയും ചെയ്തു. അപ്പോൾ ഈ ആളുകളുടെ, അതായത് നല്ല ആളുകൾ അവർക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ടിരുന്നല്ലോ, ആ ഉത്ബോധനം ചെയ്ത കാര്യങ്ങൾ, ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ മുഴുകിയപ്പോൾ അള്ളാൻ്റെ നടപടി ഉണ്ടായി. എന്താണ് ആ നടപടി? അതിൽ തിന്മ തടയാൻ മുന്നിട്ട് നിന്ന ആളുകളെ നാം രക്ഷപ്പെടുത്തി. ഈ അക്രമം ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ നാം ശിക്ഷ കൊണ്ട് പിടികൂടുകയും ചെയ്തു. അപ്പോൾ അള്ളാൻ്റെ ഒരു ശിക്ഷ വരുമ്പോൾ രണ്ട് വിഭാഗമായിട്ട് അള്ള ആളുകളെ തിരിക്കും. ഒന്ന് ആരാണ്? തിന്മക്ക് എതിര് നിന്ന് അതിനോട് പോരാടാൻ വേണ്ടി സജ്ജരായി സന്നദ്ധരായ ആളുകൾ, അവരല്ല രക്ഷപ്പെടുത്തും. രണ്ടാമത്തെ വിഭാഗം അള്ളാൻ്റെ ശിക്ഷ അർഹിക്കുന്ന വിധത്തിൽ അതിക്രമം ചെയ്ത കൂട്ടർ, അവരെ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ മൂന്ന് വിഭാഗം ആളുകളെ നേരത്തെ കണ്ടില്ല. ഒന്ന് തിന്മ തടയാൻ മുതിർന്ന് വന്ന ഉപദേശങ്ങളൊക്കെ നടത്തിയ ആളുകൾ. വേറൊരു വിഭാഗം ഈ അക്രമത്തിൽ അങ്ങ് മുഴുകിപ്പോയ ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗം എന്തിനാ നിങ്ങൾ ഈ കൂട്ടരെ ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞൊരു വിഭാഗം, അല്ലേ? ഇതിൽ പല മുഫസ്സിറുകളും സൂചിപ്പിക്കുന്നത് എന്തിനാ നിങ്ങൾ ഇവരെ ഉപദേശിക്കുന്നത് എന്ന് പറയുന്ന ആ വിഭാഗം ഉണ്ടല്ലോ, അവർ അക്രമം ചെയ്തവരല്ല, അക്രമം ചെയ്യുന്നത് തടഞ്ഞവരുമല്ല. ആ തടയാൻ വേണ്ടി മുതിർന്ന ആളുകളോട് നിങ്ങൾ ഈ വേണ്ടാത്ത പണി എടുക്കണത് എന്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ് ചെയ്തത്, നിസ്സംഗരായി നിൽക്കുകയാണ് ചെയ്തത്. മിക്ക മുഫസ്സിറുകളും പറയുന്നത് ആ വിഭാഗവും ശിക്ഷക്ക് അർഹരാകുന്നവരിൽ പെടും എന്നാണ്. അവർ അതിലുള്ള പങ്കാളിത്തത്തിനനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് കിട്ടും എന്ന വിധത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും രക്ഷപ്പെട്ടു എന്ന് അല്ലാഹുവോട് പറയുന്ന ആര് മാത്രമാണ്? ഇത് തടയാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകൾ മാത്രമാണ്. അപ്പോൾ വഅഖദ്ന അല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസ്, അപ്പോൾ ദുൽമ ചെയ്ത ആളുകളെ അതികഠിനമായ ശിക്ഷ കൊണ്ട് നാം പിടികൂടുകയുണ്ടായി. ബിമാ കാനൂ യഫ്സുഖൂൻ, അവരുടെ ഫുസൂഖ് കാരണമായിട്ട്, ധിക്കാരം കാരണമായിട്ട്, അനുസരണക്കേട് കാരണമായിട്ട്, അവരുടെ സത്യസന്ധത ഇല്ലായ്ക കാരണമായിട്ട്. ഫലമ്മാ അതൗ അമ്മാ നുഹൂ അൻഹു ഖുൽനാ ലഹും കൂനു ഖിറദതൻ ഖാസിഈൻ, അങ്ങനെ നാം അവർക്ക് വിലക്കിയ കാര്യങ്ങൾ ധിക്കരിച്ചുകൊണ്ട്, ആ വിലക്ക് ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കൂനു ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ അഭിശപ്തരായ, നിന്ദ്യരായ, അപഹാസിതരായ കുരങ്ങന്മാരായിക്കോളും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ സബത്ത് ദിനത്തിൻ്റെ അള്ളാഹു വച്ചിരുന്ന നിബന്ധനകളെ ലംഘിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, ഇപ്പോൾ സബത്ത് ദിനത്തിൻ്റെ നിബന്ധനകൾ ലംഘിച്ചതാണല്ലോ വിഷയം. കടലോരത്ത് ജീവിച്ചിരുന്ന ആളുകൾ ശനിയാഴ്ച ദിവസം ഇങ്ങനത്തെ പണിക്ക് പോകരുത് എന്ന് നിബന്ധന ഉണ്ടായിരുന്നതാണ്. അത് ലംഘിച്ചുകൊണ്ട് അന്ന് മീൻ പിടിക്കാൻ ഇറങ്ങുകയോ അതുപോലുള്ള പണികൾക്ക് മുതിരുകയൊക്കെ ചെയ്ത ആളുകൾക്ക് അങ്ങനെ ആളുകൾ മുതിർന്നപ്പോൾ വേറെ ചില ആളുകൾ ഇടപെട്ട് പറഞ്ഞു, ഇത് ചെയ്യരുത് കേട്ടോ, ഇത് വിലക്കുള്ള സംഗതിയാണ്, നിങ്ങൾ വേണ്ടാത്ത പണിയെടുക്കണ്ട എന്നൊക്കെയുള്ള വിധത്തിൽ അവരെ ഉപദേശിച്ചിരുന്നു. അപ്പോൾ മറ്റൊരു കൂട്ടർ പറഞ്ഞ എന്താ, ഈ തമ്മാടികളെ ഉപദേശിക്കാൻ പോയിട്ട് എന്ത് കാര്യമുള്ളത്, നിങ്ങൾ എന്തിനാണ് ഇവരെ വിലക്കണത് എന്നാണ്. അപ്പോൾ നന്മ ഉപദേശിച്ച ആളുകൾ പറഞ്ഞ മറുപടി എന്താ? മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് പറയാൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ, ഒരു ഉദ്ർ പറയാൻ വേണ്ടേ, ഒരു ന്യായം പറയാൻ വേണ്ടേ, അതിനു വേണ്ടിയാണ്. ഒരു പക്ഷേ അവർ നന്നാവുകയും ചെയ്താലോ, ഒരു പക്ഷേ അവർ അള്ളാനെ ഭയപ്പെടുന്ന മുത്തഖികളായി മാറുകയും ചെയ്താലോ എന്നുള്ളതാണ്. അങ്ങനെ അതിനെ തുടർന്ന് ഈ സബത്ത് ദിനത്തിൻ്റെ നിയമങ്ങളെ ലംഘിച്ച ഈ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടായി. അതിൽ നിന്ന്, ഈ തിന്മയിൽ നിന്ന് ആളുകളെ തടഞ്ഞവരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും മറ്റുള്ളവരെ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ കാര്യത്തിൽ ധിക്കാരം കാണിച്ചുകൊണ്ട് ആ വിലക്ക് ലംഘിച്ച ആളുകളെ, അവരുടെ കാര്യത്തിൽ ഖുൽനാ, നാം പറഞ്ഞു, ലഹും, അവരോടായിട്ട്, കൂനു ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യരായ, അഭിശപ്തരായ കുരങ്ങന്മാരായിക്കോളൂ, വാനരന്മാരാവും. ഇതാണ് വിശുദ്ധ ഖുർആൻ്റെ പല ഭാഗങ്ങളിലും പരാമർശിക്കപ്പെട്ട കാര്യം തന്നെയാണത്. ബനു ഇസ്രായേൽ സമൂഹത്തിൽ സബത്ത് ദിന നിബന്ധനകളെ ലംഘിച്ച ആളുകൾ അള്ളാഹുവിൻ്റെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് കുരങ്ങന്മാരായി മാറേണ്ടി വന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പലപ്പോഴും
ചർച്ച ചെയ്തതാണ്. കുരങ്ങന്മാരവർ രൂപത്തിൽ മാത്രം കുരങ്ങന്മാരായിരുന്നു, അവരെ മനസ്സും ഹൃദയ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ മനുഷ്യൻ്റേതുപോലെ ആയിരുന്നു, അങ്ങനെയാണ് അതൊരു ശിക്ഷയായത് എന്നൊക്കെയുള്ള വിധത്തിൽ പല ചർച്ചകളും. ഇതിനെക്കുറിച്ചൊന്നും യഥാർത്ഥത്തിൽ കൃത്യമായ അറിവ് നമുക്ക് ഒരു സ്രോതസ്സിലും ലഭ്യമല്ല. അള്ളാഹു ഏതോ വിധത്തിൽ അവർക്ക് വലിയ ശിക്ഷ ആകുന്ന വിധത്തിൽ അവരോട് കുരങ്ങന്മാരാകാൻ വേണ്ടി നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ അവർ സ്വയം ആകണമെന്നാണോ? അല്ല, അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം അവർ കുരങ്ങന്മാരായി മാറി, അതാണ് ഉണ്ടായത്. നിങ്ങൾ കുരങ്ങന്മാരായി എന്ന് പറഞ്ഞിട്ട് ഇനി അതും അവർ ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. അള്ളാഹിൻ്റെ കൽപ്പനയാണ്, അള്ളാഹിൻ്റെ ഒരു തീരുമാനമാണത്. നിങ്ങൾ ഇനി മുതൽ വാനരന്മാരായിട്ടാണ് ഉണ്ടാവുക എന്നുള്ള നിലക്ക്. അപ്പോൾ അള്ളാഹിൻ്റെ ശിക്ഷയായിട്ട് അവർ വാനരന്മാരായിട്ട് കുരങ്ങന്മാരായിട്ട് പരിവർത്തിപ്പിക്കപ്പെട്ടു. അത് എത്ര കഠിനമായ വിധത്തിലാണ് അതൊരു ശിക്ഷയായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നത്, ആ വിധത്തിൽ തന്നെ ആയിരിക്കും അള്ളാഹു അവരെ അത് അനുഭവിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ രക്ഷ ലഭിച്ചു. ആരാണത്? ഈ ഉപദേശം നൽകി അവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ശ്രമിച്ച ആളുകൾ. ഈ സബത്ത് ദിനത്തിൻ്റെ നിയമങ്ങളെ ലംഘിച്ച ആളുകൾക്കാണ് ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിൽ വളരെ സംശയാസ്പദമായ ഒരു അവസ്ഥയിലുള്ള ഒരു വിഭാഗം ഈ അഭിപ്രായം പറഞ്ഞൊരു കൂട്ടരുണ്ട്. എന്തിനാണ് ഈ കൂട്ടരെ നിങ്ങൾ ഉപദേശിക്കുന്നത്, എന്ത് കാര്യമുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞ കൂട്ടർ. അവരുടെ കാര്യത്തിൽ അള്ളാഹ് പ്രത്യേകമായിട്ടൊന്നും പറയുന്നില്ല. അത് ഒരു രണ്ട് നിലക്ക് പറയാം. ഒന്ന്, ഉപകാരമില്ലാത്തൊരു പണി എന്തിനു ചെയ്യുകയാണെന്ന് ചോദിക്കുന്ന ഒരു ഈ നന്മ ഉപദേശിക്കുന്നവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പറയുന്ന ഒരു രീതിയുണ്ട്. മറ്റൊന്ന്, അതിന് പാര വെക്കുന്ന വിധത്തിലുള്ള ഒരു രീതിയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് അള്ളാഹ്ക്കാണ് ഏറ്റവും നന്നായി അറിയാം. ആ വിധത്തിലുള്ള ഒരു നടപടിയായിരിക്കും അള്ളാഹുവിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവുക. ഒരു സതുദ്ദേശത്തോടു കൂടി അവരോട് ഇഖ്ലാസോടു കൂടി പറഞ്ഞ കാര്യമായിട്ടാണെങ്കിൽ അതൊരു വലിയ ശിക്ഷക്കൊന്നും കാരണമാവുന്ന സംഗതി ആവില്ല. അതേസമയത്ത് ഇവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയാണ്, ആ വിധത്തിലാണത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവരും ഏത് കൂട്ടത്തിലുണ്ടാവുക? നേരത്തെ സബത്ത് ദിനത്തിൻ്റെ നിയമങ്ങളെ ലംഘിച്ച ആളുകളുടെ അവർക്കുണ്ടായ അതേ അനുഭവം തന്നെയായിരിക്കും അവർക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അറാഫിൽ 157 ആയത്ത് മുതൽ 166 ആയത്ത് വരെയുള്ള ഭാഗമാണ് ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഈ 132 സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. GLQP പ്രോഗ്രാം നമ്മളിന്ന് പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സംരംഭത്തിന് അള്ളാഹുവിൻ്റെ എല്ലാവിധ തൗഫീഖും ബറക്കാത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ ഈ മാരകമായ രോഗം, ഈ പകർച്ചവ്യാധി, ഇതിൻ്റെ ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു മുഴുവൻ മനുഷ്യ സമൂഹത്തെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.